Hello guys, welcome to our channel AJ Chronicle. This is our first vlog, well technically second vlog ആണ്. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. ഇന്ന് വീക്കെൻഡൊക്കെ ആയിട്ട് വെറുതെ വീട്ടിൽ നിന്നിട്ട് എന്ത് ചെയ്യാനെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എൻ്റെ കെട്ടിയവനും കൂടെ ഒരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്തതാണിത്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്. ഞങ്ങളങ്ങനെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ടൈറ്റിലിൽ വായിച്ചു കാണും, സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലോട്ടാണ് പോണേ. സ്പെസിഫിക്കലി അവിടെ കൻഹേരി കേവ്സ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ബോറിവലി, മുംബൈ. സോ ഞങ്ങൾ അങ്ങോട്ടാണ് യാത്ര തിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വണ്ടിയിലോട്ട് കയറി ഇനി തുടർന്നുള്ള യാത്ര ഞങ്ങളുടെ വ്ളോഗിലോട്ട് കാണാം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് പ്രസ് ദ ബെൽ ഐക്കൺ. ഓക്കെ, ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഒരു ഫ്രണ്ടിനെ കൂടെ പിക്ക് ചെയ്യാനുണ്ട്. അവൾ ഓൾറെഡി കൺസോലി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവളെയും കൂടെ നമുക്കൊന്ന് പിക്ക് ചെയ്യാം. ഇതാണ് ആള്, റോഹിണി എന്നാണ് പേര്. അവൾ പൻവേൽ നിന്നാണ് വരുന്നത്. ആൾക്ക് ഇതാണ് എളുപ്പം. പൻവേൽ നിന്നായതുകൊണ്ട് തന്നെ ട്രാൻസ് ഹാർബർ ലൈൻ, അവിടെ നിന്ന് വെസ്റ്റ് ലണ്ടനിലോട്ട് പോകണമെങ്കിൽ 3-4 ട്രെയിൻ മാറേണ്ടി വരും. അപ്പോൾ ഞങ്ങളുടെ ഓരോരോ ഗതികേട്. അപ്പോൾ ഇതാണ് ബെറ്റർ. പക്ഷേ എന്തോ ചെയ്യാനാ, മുംബൈ ആണ്, ട്രാഫിക് ഉണ്ട്. ഞങ്ങൾ പവയിൽ എത്തിയതേ ഉള്ളൂ. പവയിൽ എത്തിയപ്പോഴത്തേക്കും ഓൾറെഡി ട്രാഫിക്കിലായിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ സ്റ്റക്കായിട്ട് നിൽക്കൊണ്ടിരിക്കുകയാണ്. താങ്ക്ഫുള്ളി മൂവിങ് ട്രാഫിക്കാണ്. ഒരാൾ ഇവിടെ ആണെങ്കിൽ ഉറക്കക്ഷീണത്തിലാണ്, പാവം. ഉറക്കക്ഷീണത്തിലൊക്കെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 7 മണിക്കൊന്നും എഴുന്നിട്ട് ആർക്കും ശീലമില്ല. ചുമ്മാ പറഞ്ഞാൽ കേട്ടോ, ചേക്ക് രാവിലെ തന്നെ സ്കൂളിൽ പോകണം. അപ്പോൾ എന്നും രാവിലെ എണീറ്റേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ട്രാഫിക്ക് മൂവ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ചെറുതായിട്ട് മൂവ് ആവാൻ തോന്നുന്നുണ്ട്. സിഗ്നലിലാണ്, നമുക്ക് നോക്കാം. അങ്ങനെ സിഗ്നൽ ഗ്രീനായി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട് ആ ബിൽഡിംഗ് ഉണ്ട് സൈഡിൽ, നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഒരു പെട്ടിയോട്ട വന്ന വ്യൂ തടഞ്ഞു ഗൈസ്. അതുകൊണ്ട് എനിക്ക് ക്ലിയർ വ്യൂ കിട്ടിയില്ല. നല്ലൊരു ബിൽഡിംഗ് ആയിരുന്നു, അത് എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് നടന്നില്ല, സാരില്ല. ഇപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ജോഗേശ്വരി, ഇതൊന്നും ജോഗേശ്വരി ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് ജോഗേശ്വരി എത്തി. ഇനി ഇവിടുന്ന് ഒരു 5 to 6 minutes ഹാർഡ്ലിയേ ഉള്ളൂ. അപ്പോൾ മെട്രോയുടെ ലൈന് നിങ്ങൾ ഈ മോളിൽ കാണുന്ന ഇതൊക്കെ മെട്രോ പണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഇവിടെ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉള്ള ഒരു കലവിലൊക്കെ കേൾക്കാം. ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റിൽ മീറ്റ് ചെയ്യാമെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അവിടെ ബോറിവലി സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഹൽദിറാംസിൻ്റെ ബേക്കറി ഉണ്ട്. ബേക്കറി മാത്രമല്ല, അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. ആ കൈ പൊക്കി കാണിക്കുന്നതാണ് ആൾക്കാർ. ഇവിടെ സംഭവം തുറന്നിട്ടില്ല ഗൈസ്. അതുകൊണ്ട് നടു റോഡിൽ പോസ്റ്റായിട്ട് ഡിവൈഡറിൻ്റെ മുകളിൽ കയറി നിൽക്കുവാണ്. ഫുട്പാത്തിൻ്റെ മുകളിൽ, ഡിവൈഡറില്ല, ഫുട്പാത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 8:15 ആയി. എല്ലാരും ഒരു ഹായ് പറയൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. 20 to 30 subscribers. 68 കുറച്ച് പറയായിരുന്നു. അങ്ങനെ 9 മണിക്ക് തുറക്കുമെന്നാണ് പറഞ്ഞത് ഗൈസ്. നമുക്ക് 9:05 ഞങ്ങളപ്പോൾ ഹൽദിറാംസിലോട്ട് കയറുകയാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ലൊരു ട്രെയിൻഡ് കോച്ചിൻ്റെ രീതിയിലാണ് ഇത് ഫുൾ സെറ്റപ്പ്. അകവും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. അവൾ ചോദിക്കുന്നത് ഞാൻ ക്യാമറ തിരിച്ച് പിടിച്ചു തരണോ, നിന്നെയും കൂടെ കാണിക്കാമെന്നാണ് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് കയറുക, നോക്കാം നമുക്ക് തുടങ്ങിയിട്ടുണ്ടോ ഇല്ലേ, ഇവർ ഏറ്റവും ഇല്ലയോ നോക്കാം. കണ്ടോ, നല്ല രസമുണ്ട്. ഇതൊരു സ്പെഷ്യലി ഒരു ട്രെയിനിൻ്റെ നല്ലൊരു രീതിയിൽ നല്ലൊരു ആംബിയൻ്റ് ഒക്കെയാണ്. പക്ഷേ അവരോട് ചോദിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു 10-15 മിനിറ്റ് ഇനിയും എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പോസ്റ്റ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ പുറത്തിറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഇവർ ഫേമസ് ഫോർ സ്വീറ്റ്സ് ആണ്. മോസ്റ്റ്ലി സ്വീറ്റ്സും അവരുടെ നംകീൻ ഐറ്റംസും ഒക്കെയാണ് ഭയങ്കര ഫേമസാണ് ഇവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്നുള്ള കാര്യം തന്നെ ഞാനിപ്പോൾ അറിഞ്ഞത്. അജിത്ത് സജസ്റ്റ് ചെയ്തതാണ്. കറുത്ത ടീഷർട്ട് ഇട്ട ആളാണ് അജിത്ത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്, ഒരു ക്യാൻഡിഡ് ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലും അതിന് പോലും ഇത് നിങ്ങൾ സമ്മതിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെ ഒപ്പിച്ചു. ഞങ്ങളുടെ ഭക്ഷണം ഇവിടെ എത്തി. സാൻഡ്വിച്ച് ഉണ്ട്, ഫ്രൈസ് ഉണ്ട്, തട്ട് ഇഡ്ഡലി ഉണ്ട്. വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. സാൻഡ്വിച്ച് നല്ലതായിരുന്നു, ഫ്രൈസ് നല്ലതായിരുന്നു. പാവ് ഉണ്ട് ഗൈസ്, അതും നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതുകൊണ്ട് ഇവിടെ ഓൾമോസ്റ്റ് ഞങ്ങൾ എത്തി. അവിടെ നിന്ന് ഒരു 1 kilometer ഉണ്ടായിരുന്നുള്ളൂ. സോ 10 minutes മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ഡ്രൈവ്. ആ കാണുന്ന ബ്രൗൺ പില്ലറാണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ്.
ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ എൻട്രൻസിലോട്ട് കിടന്നു. എന്നിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പാർക്കിങ്ങിന് ഒരു 100 rupees ആയിരുന്നു. ഞങ്ങൾക്ക് 2 കാറുണ്ടായിരുന്നു, അജിത്തിൻ്റെയും കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 200 rupees പെർ 100 rupees പെർ അവറാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്ന് എത്ര മണിക്കൂറാവണം അതനുസരിച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ നിന്ന് പൈസ വാങ്ങിക്കും. ഇപ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ടിനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. ബസ്സുണ്ട്, നമുക്ക് കാണുന്ന വാനുണ്ട്, ടുംടുമുണ്ട്, പിന്നെ സൈക്കിളുണ്ട്. സൈക്കിൾ വേണമെങ്കിൽ നമുക്ക് സൈക്കിളിലും പോവാം. പിന്നെ നമ്മൾ അതൊക്കെ വോയിസ് ഓവർ ചെയ്യും. ഇത് ട്രെയിൻ ചെയ്യുന്നതാണ്. ഈ കുട്ടീനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ഞങ്ങൾ അടുത്ത വ്ളോഗർ ആവാൻ. ലവന്റെ ഭാര്യ. Subscribe to my channel. Subscribe to my channel. Her channel then my channel. ചാനലിന്റെ പേര് പറ. നിന്റെ എന്റെ AJ Chronicles. ഞങ്ങളങ്ങനെ വണ്ടി കയറി. പെർ ഹെഡ് 50 rupees ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. ടോട്ടൽ 350 ആയിരുന്നു. പക്ഷെ പോണ വഴിക്ക് ഞങ്ങളുടെ എക്സ്ട്രാ ഈ അപ്പച്ചൻ നമ്മുടെ കയ്യിൽ നിന്ന് ആൾ തട്ടി എടുത്തു 50 രൂപ എക്സ്ട്രാ, 8 സീറ്ററാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ 400 rupees ഞങ്ങൾ വാൻ പിടിച്ചു. ഇവിടുന്ന് ഒരു 7 kilometers ആണ്. ഇതാണ് ബേസ് കനേരി കേവ്സിൻ്റെ. ഇവിടെ കുറേ സ്റ്റോൾസൊക്കെ ഉണ്ട്, ഫ്രൂട്ട്സിൻ്റെയും നാരങ്ങ വെള്ളവും അങ്ങനെ കുറേ ആയിട്ട് ഉണ്ട്. ക്ഷീണിച്ച് വന്ന് തളർന്ന് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ബേസ് ഇവിടെയാണ്. ഇനി ഇവിടുന്ന് നമുക്ക് സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്സൊക്കെ കയറിയിട്ടാണ് മുകളിലാണ് കനേരി കേവ്സ്. വാൻ നമ്മൾ താഴെ വരെ അവിടെ ഒരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ട്, അവിടെ വരെ കൊണ്ടുവിടും. ഇനി ഇവിടുന്ന് നമുക്ക് നടന്നാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഇതാണ് ഒരു എൻട്രൻസ്. നമുക്ക് പാർക്കിലോട്ട് കയറുന്ന സമയത്ത് ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ടായിരുന്നു. അത് 103 rupees പെർ പേഴ്സൺ ആയിരുന്നു. ഇനി ഇവിടെ നമ്മൾ മുകളിലോട്ട് കയറുമ്പോഴും ഒരു എൻട്രി ടിക്കറ്റിൻ്റെ ഒരു കൗണ്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി അങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസൊക്കെ കയറി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന വഴിയാണത്. അധികമൊന്നുമില്ല, ജസ്റ്റ് ഒരു 50 meters കാണുമായിരിക്കും. അപ്പോൾ ആ കാണുന്ന ബ്ലൂ കൗണ്ടറാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. 25 rupees പെർ പേഴ്സൺ ആണ് ടിക്കറ്റ്. നമ്മൾ ഇനി ഇവിടുന്ന് കയറി വേണം പോകാൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ആക്ച്വൽ ട്രക്ക് തുടങ്ങുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഇൻഫർമേഷൻ ബോർഡ് കാണാം, ഹിസ്റ്ററി ഓഫ് കനേരി കേവ്സ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമുക്ക് റൂട്ട് മാപ്പ് കാണാം. 3 റൂട്ട്സാണ് നമുക്കുള്ളത്. 1.5 hourൻ്റെ ഒരു റൂട്ട്, 1 hourൻ്റെ ഒരു റൂട്ട്, 45 minutesൻ്റെ റൂട്ട്. ഷോർട്ടസ്റ്റ് ടു ലോങ്സ്റ്റ് റൂട്ട്സ് നമുക്ക് അവർ ഈ മാപ്പിൽ തന്നിട്ടുണ്ട്, ട്രയലും തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെ പോകണം എന്നുള്ളത്. ഡിജോ ഇവിടെ നിന്ന് ഫുൾ ഓൺ നിന്ന് പഠിത്തമാണ് ഹിസ്റ്ററി എന്താണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് പറഞ്ഞു തരാം. സോ ബേസിക്കലി കനേരി കേവ്സ്, കനേരിയിൽ 129 caves ആണുള്ളത്. സോ ഹിയർ ദ ബുദ്ധിസ്റ്റ് മോങ്സ് യൂസ് ടു ലിവ്, സ്റ്റഡി, മെഡിറ്റേറ്റ് ആൻഡ് സ്പ്രെഡ് ദ ടീച്ചിങ്സ് ഓഫ് ഗൗതം ബുദ്ധ. ആൻഡ് ഈ കേവ്സ് മൺസൂൺ സീസണിൽ ഷെൽട്ടേഴ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ ഫുൾ ഓഫ് റോക്ക് കട്ട് മോണുമെൻറ്റ്സ് ആണ്. നമ്മുടെ ട്രെക്ക് മുന്നോട്ട് നീങ്ങും തോറും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് യാത്ര തുടരുകയാണ്. ഈ കാണുന്ന 2 കുരങ്ങന്മാർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകണം. ഇത് പണ്ട് കാലത്ത് വെള്ളം പോകാൻ വേണ്ടി, മലയല്ലേ, അപ്പോൾ വെള്ളം പോകാൻ വേണ്ടി ഒഴുക്കി വെച്ചിരുന്നതാണ്. ഇവരുടെ വിചാരം ഒരു ചെറിയ കേവ് ആണെന്നൊക്കെ പറഞ്ഞാണ് ഈ നുഴഞ്ഞ് കയറുന്ന ഭാര്യയും ഭർത്താവും കൂടെ. മുകളിലോട്ട് എത്തുമായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. രണ്ടും ചെറുതായതുകൊണ്ട് വലിഞ്ഞ് കയറാൻ ഭയങ്കര എളുപ്പമാണ്. രണ്ടും കൂടെ ഇത് ഷോർട്ട് കട്ട് റൂട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറുന്നത്. ആക്ച്വലി ഇത് വെള്ളം വിടാൻ വേണ്ടിയും യൂസ് ചെയ്യുന്ന, വെള്ളം ഫ്ലോ ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാസേജാണ്. ഇവിടുന്ന് ഞങ്ങൾ മുകളിലോട്ട് നടന്ന് കയറുകയാണ്. ഇവിടെ നമുക്ക് കുറേ കുരങ്ങന്മാരൊക്കെ കാണാൻ പറ്റും കേട്ടോ. അവർ നമ്മുടെ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ അടിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ദയവേത് കവറ്, പാക്കറ്റ്, ഇത് കാര്യങ്ങളൊന്നും കൊണ്ടുവരുത്. മിനിമൽ ബാഗേജ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഞാൻ ഫോണ്, ക്യാമറ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ താഴെ കാണുന്ന റൂട്ട് കയറി നമ്മളിവിടെ എത്തി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേവിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തന്നെ ഒരു 3-4 കേവ്സ് ഉണ്ട്. ഈ കേവ്സൊക്കെ വിസിറ്റ് ചെയ്ത് നമ്മൾ പിന്നെ ആ കാണുന്ന അപ്പുറത്തെ സൈഡിലൊരു സ്റ്റെപ്പ് കൊണ്ട് അതും കൂടെ കയറി മുകളിലാണ് പിന്നെ അടുത്ത വേറെ കേവ്സൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേവ്. ഇതിൻ്റെയൊക്കെ എൻട്രൻസ് ഒക്കെ ആക്ച്വലി ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. പണ്ട് ഇച്ച ഇവിടെ പണ്ട് കോളേജ് ടൈമിലൊക്കെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ പണ്ട് ഇതിൻ്റെ അകത്തൊക്കെ പോകാമായിരുന്നു, കാണാമായിരുന്നു ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സംഭവം ഇപ്പോൾ അവരെല്ലാം ലോക്ക്ഡാണ്. കുറേയൊക്കെ ഒന്നും അവർ ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഗൈസ്. ഇവിടുന്ന് അധികം വ്യൂസില്ല, നമ്മൾ കുറച്ച്
ടോപ്പിലോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നത്. കുരങ്ങന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഗൈസ്. ആരോ പഴം കൊടുത്തത് പുള്ളിക്കാരൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർടൈനിങ് ആണ്, പക്ഷെ ഒന്ന് സൂക്ഷിക്കണം. വലിയ അങ്ങനെ മാന്തലോ പിച്ചലോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഭയങ്കര ശല്യമാണ്, കുറേ ഉണ്ട്. ഇവിടെ നിന്നൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ചാടി വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കാണുന്നതാണ് കുറച്ചും കൂടെ എനിക്ക് വ്യൂ എടുക്കാൻ പറ്റിയത്. ഇപ്പോഴാണോ കാലിയായിട്ട് ഭയങ്കര തിരക്കാണ്, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ തിരക്കാണ്. ആ കാണുന്നത് മലയാണ് അപ്പുറത്തോട്ടുള്ളത്. അതൊക്കെ ഫുൾ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിന് തന്നെ ഒരു എന്താ പറയുക പാട്ടാണ്. അപ്പോൾ ഈ കാണുന്ന ചെറിയ സ്റ്റെപ്സ് കയറിയിട്ട് വേണം നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട്, അടുത്ത കേവിലോട്ട്. പക്ഷെ നമ്മൾ ആദ്യമേ ഈ കേവ് ഒന്ന് വിസിറ്റ് ചെയ്യാം. ഇത് അവിടെ ഒരു എൻട്രൻസ് ഇല്ലായിരുന്നു, പക്ഷെ എൻ്റെ അപ്പുറത്ത് ചെറുതായിട്ടൊരു ടെമ്പിളാണ്. ഇതൊരു ടെമ്പിൾ ഏരിയ ആണ്. ഇവിടോട്ട് നമുക്ക് എൻട്രൻസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ എൻട്രൻസ് വഴി നമുക്കൊന്ന് പോയി അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണാം. ഇത് കേവിൻ്റെ അകത്ത് തന്നെയുള്ളൊരു ടെമ്പിൾ ഏരിയ ആണ്. നിങ്ങൾക്ക് കാണാൻ നല്ല ആർക്കിടെക്ചറൽ വർക്കൊക്കെയാണ് ഗൈസ്. ഇത് പണ്ട് എത്രയോ BC യിലുണ്ടായിരുന്ന വർക്ക്സൊക്കെയാണ്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. ഇവിടെ ഭയങ്കര ഫോട്ടോ സെഷൻസൊക്കെയാണ് ഓരോരുത്തരും. പിന്നെ നമുക്ക് അകത്തോട്ട് കയറണമെങ്കിൽ ചെരുപ്പ് ഊരിട്ട് വേണം കയറാൻ. ഇവിടെ ഒരു ആള് ചെരുപ്പ് ഇട്ടിട്ട് അകത്ത് കയറിയപ്പോൾ തന്നെ സെക്യൂരിറ്റി വന്ന് പറഞ്ഞു ചെരുപ്പ് ഊരിട്ട് കയറണം. സോ ഇറ്റ് ഇസ് ലൈക്ക് അവർ യൂസ് ടു വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. സോ ദേ സ്റ്റിൽ കീപ് ദാറ്റ് എന്താ പറയുക, ആ ഒരു സീക്രട്ട്നെസ് അവർ ഇപ്പോഴും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറിയില്ല, ചെരുപ്പ് ഇടാനുള്ള മടിയായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് തന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഡോമൊക്കെ ആയിട്ടുള്ള നല്ലൊരു രസമാണ്, നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു. നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം. അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും തുടർന്ന് നമ്മൾ സ്റ്റെപ്പ് ഒക്കെ പതുക്കെ കയറി അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഓരോ കേവ്സിനും ഇവർ നമ്പറിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കേവ്സിനായാലും നമ്പറിങ് ഉണ്ട്. നമ്മളിപ്പോൾ 3-4 കേവ്സ്, താഴെ തന്നെ 3-4 കേവ്സ് ഉണ്ട്. അതിന് മുകളിലായിട്ട് പിന്നെ വേറെ ബാക്കി അതിൻ്റെ മുകളിലായിട്ട് വേറെ, അങ്ങനെ പലയിടത്തായിട്ടാണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. ഇതൊരു മലയുടെ മുകളിൽ തന്നെ ഉള്ള ഒരു എന്താ പറയുക സ്ട്രക്ചറാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ മുകളിലോട്ട് കയറി പോകും തോറും നമ്മുടെ വ്യൂസൊക്കെ കാണാൻ അടിപൊളിയായിരിക്കും. ഇവിടെയൊക്കെ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ മടുത്തു. പക്ഷേ എന്നാലും രണ്ടും കൽപ്പിച്ച് അങ്ങ് കയറി ഞങ്ങൾ അടുത്തൊരു സ്റ്റോപ്പിലെങ്കിലും എത്താം, കുറച്ചും കൂടി അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി. നല്ല രസമുണ്ട്. വീഡിയോ കാണാൻ നമ്മൾ വിചാരിക്കും നല്ല ക്ലൗഡിയാണ്, പക്ഷേ ആക്ച്വലി ക്ലൗഡി ആയിരുന്നെങ്കിലും ഒരു ഭയങ്കര ചൂടുണ്ടായിരുന്നു, മഴയില്ലായിരുന്നു, മഴക്കാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഇത് ഞാനൊരു സെക്കൻഡ് ഒരു അടുത്തെത്തിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ആ കാണുന്ന അവിടെ ഒരു വഴിയുണ്ട്, കുറച്ചും കൂടെ ടൈം സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ എത്തി. ഇപ്പോൾ രണ്ടാമത്തെ സ്പോട്ടുണ്ട്, രണ്ടാമത്തെ കേവ്സിൻ്റെ മുന്നിലും ഇവിടുന്ന് ഒരു മുകളിലോട്ടൊരു വഴിയുണ്ട്. അത് വന്നിട്ട് വേറൊരു കേവിൻ്റെ എൻട്രൻസും ഒക്കെ ആയിട്ടാണ്. അവിടെ ഇവിടുന്ന് തന്നെ നല്ലൊരു വ്യൂ ഉണ്ട്, നല്ല ക്ലൗഡ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. മുകളിൽ കയറുന്നതിന് മുന്നേ നമ്മൾ താഴത്തെ ബ്രിഡ്ജ്, നേരത്തെ കാണിച്ച ബ്രിഡ്ജിൻ്റെ അവിടെ ഉള്ള ഒരു ചെറിയൊരു സ്റ്റെപ്സ് ഉണ്ട്. അവൻ്റെ അവിടുത്തെ ആദ്യത്തെ കേവ് വിസിറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 8-ാമത്തെ 12-ാമത്തെയോ അങ്ങനെ എങ്ങാണ്ടാണ് നമ്പർ. അപ്പോൾ അതിൽ കയറി കാണാൻ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മടുത്തു ഗൈസ്. ഞാനാണ് തിരിക്കുന്നത്, ഇച്ചായാണ് വീഡിയോ എടുക്കണത്. അതിൻ്റെ താഴെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം എന്ന് പറയാനാണോ അതിലൊരു ചെറിയൊരു അരുവി പോലത്തെ സംഭവമുണ്ട്. ഇത് വന്നിട്ടൊരു പ്രിൻറ്റിങ് പ്രസ്സാണ്. എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് റോനിയുടെ ഫോൺ എടുത്തതുകൊണ്ട് ക്ലാരിറ്റി കുറവുണ്ട്. ഇത് വന്നിട്ടൊരു പ്രിൻറ്റിങ് പ്രസ്സാണ് പണ്ടത്തെ. ഞങ്ങൾ ആദ്യം വിചാരിച്ചു അലക്കുന്ന സ്ഥലമാണ്, പക്ഷെ അല്ല, ഇതൊരു പ്രിൻറ്റിങ് പ്രസ്സാണ്. ഇവിടെ 2-3 മുറിയൊക്കെ ഉണ്ട്. ഭയങ്കര ഇരുട്ടാണ്, അതുകൊണ്ട് തന്നെ ക്ലാരിറ്റിയും ഇതൊക്കെ ഭയങ്കര പുവറാണ്. പക്ഷെ എന്നാലും പറ്റാവുന്ന രീതിയിൽ ഞാനിത് കവർ ചെയ്തിട്ടുണ്ട്. ഇതും താഴെ തന്നെയാണ്. പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ടുള്ള പോക്കമാണ്. ഇനി കുറേ ഉണ്ട് കയറാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കയറി പോകാം. നമുക്ക് ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ സ്ഥലത്തൊക്കെ കാണാം. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. ഇവരുടെ മസ്തിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ച് പോസ്റ്റ് ചെയ്ത് കാണിക്കാം. നമുക്കപ്പോൾ വ്യൂ ഒക്കെ കുറച്ച് വന്ന് എൻജോയ് ചെയ്യാം.
ഓൾമോസ്റ്റ് ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇത് അവിടുത്തെ വ്യൂസാണ് ഗൈസ്. ക്യാമറ എൻ്റെ കയ്യിലല്ലായിരുന്നു. ഞാൻ ക്യാമറമാനോട് പ്രത്യേകം പറയാം, എൻ്റെ കെട്ടിനോട് പ്രത്യേകം പറഞ്ഞാണ് ലാൻഡ്സ്കേപ്പിൽ എടുക്കണമെന്ന് കുറേ പോർട്രേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഓൾമോസ്റ്റ് ടോപ്പിലുണ്ടൊരു ഞങ്ങളുടെ മലയുടെ ടോപ്പിലെത്തി. ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ, കുറേ കേവ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. 129 കേവ്സ് ഒറ്റ ദിവസം കൊണ്ടൊന്ന് വിസിറ്റ് ചെയ്യുക. കുറേ ഫുൾ ഡേ പോകും. ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ളിൽ പരിപാടി തീർത്ത് പോകണമെന്നുണ്ട്. കാരണം മഴയില്ലായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഫുള്ള് മുകളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മടുത്തു. ഞാൻ റോയിനും കൂടി താഴെ ഇരുന്നു. ബാക്കി ഇത് കുറച്ച് മുകളിൽ കയറി. ഇത് മുകളിലത്തെ വ്യൂ ആണ് ഗൈസ്. ഇതാണ് വ്യൂ. പിന്നെ ഇവിടെ ഒരു കേവ് കണ്ട്. ഇവിടെ നല്ല തണുപ്പെന്നൊക്കെ പറഞ്ഞ് നല്ല റിവേർബൊക്കെ അടിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് ജാമിങ് സെക്ഷൻ. അപ്പം നമുക്ക് കുറച്ച് ജാമിങ് സെക്ഷൻ കേൾക്കാം ഇനി ഇവരുടെ. കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകിന്ന മാറിവെല്ലാണ് നീ. അജിത് നല്ലോണം പാട്ട് പാടും. നിങ്ങൾ കേട്ട് കാണണം, നല്ല പാട്ടാണ്. അപ്പോൾ ഇവർ കുറേ ഇനിയും ജാമ്യം സെഷനൊക്കെ നടത്തി. പക്ഷേ അവസാനം സെക്യൂരിറ്റിക്കാരൻ വന്ന് ഓടിച്ചു. ഇവർക്കറിയില്ലായിരുന്നു ഈ സ്ഥലം എന്തായിരുന്നു. ഇത് ആക്ച്വലി ഒരു പ്രാർത്ഥനാലയമായിരുന്നു പണ്ടത്തെ അവരുടെ. അപ്പോൾ അതുകൊണ്ട് അവരവിടെ നിന്ന് ഓടിച്ചു. പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത്, അവർ താഴെ ഇറങ്ങി വന്നു. ഇവിടെ ഞാനും ഉണ്ടായിരുന്നു. ഞാനും റോയിനും കൂടി ജോയിൻ ചെയ്തു അവരെ. വേറൊരു സ്ഥലത്ത് ഞങ്ങൾ ഇരുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു ബ്രിഡ്ജിന് ക്രോസ് ചെയ്ത് കുറച്ച് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അത് കയറി അവിടുത്തെ സ്ഥലവും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയാണിപ്പോൾ. അപ്പോൾ ഇവിടെ പിള്ളേരെയും ഒക്കെ കൊണ്ടും കുറേ പേര് വന്നിട്ടുണ്ട്. ഇവരെങ്ങനെ ഈ ബാഗിനെയും കൊച്ചിനെയും ഒക്കെ എടുത്ത് ഇത്രയും മലയൊക്കെ കയറണമെന്ന് അറിയത്തില്ല. എന്തായാലും ഭയങ്കര സ്റ്റാമിനയാണ്. ഇതാണ് ഞങ്ങൾ കയറി വന്ന ആ ഒരു സ്ഥലം. ഇത് എത്രാമത്തെ കേവാണെന്നൊന്നും അറിയത്തില്ല. ഇതിൻ്റെ അകത്തൊക്കെ പോയി ഇവർ കുറേ മസ്തിയൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ സ്ട്രക്ചറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇച്ചായി ക്യാമറയും പിടിച്ചുകൊണ്ട് കുറച്ച് മുകളിലോട്ട് പോകാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ കുറച്ച് മുകളിൽ കയറി എന്താ സംഭവം എന്ന് വെച്ചാൽ മുകളിൽ കയറി നോക്കാമെന്ന് പറഞ്ഞ് മുകളിൽ കയറി നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സവാരിയൊക്കെ മുകളിൽ നിന്ന് നിർത്തി ഒരു വിധത്തിൽ താഴോട്ടൊക്കെ ഇറങ്ങി. അപ്പോഴാണ് രണ്ട് സുന്ദര കുട്ടപ്പന്മാരെ ഞങ്ങൾ കണ്ടത്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഒരു ക്യാമറയ്ക്ക് വേണ്ടി പോസൊക്കെ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഭയങ്കര മസ്തിയായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കുറച്ച് വീഡിയോയിലൊക്കെ പകർത്തി ഞങ്ങൾ അങ്ങനെ താഴോട്ട് ഇറങ്ങി. അപ്പോഴാണ് വേണ്ട അടുത്ത ആളെ പരിചയപ്പെട്ടത്. അവിടെ ഒരു ചൊറിയാമ്പുഴു ആണോ എന്ത് പുഴുവാണോ എന്നറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. അതിൻ്റെ അപ്പുറത്തൊരു സ്പൈഡർ എന്തൊക്കെ ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ കണ്ടു. ഞങ്ങളൊരു ചെറിയ ഞണ്ടിനെയും മീനിനെയും ഒക്കെ കുറേയൊക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ ഞണ്ടിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഞാൻ പിന്നെ കാണിച്ചു തരാം. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ താഴെ എത്തി. താഴേന്ന് ഞങ്ങൾ ഒരു എന്നാ പറയണേ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ച് ടുംടുമി കയറി ഞങ്ങളുടെ കോലമൊക്കെ നോക്കണം. വേർത്ത് കുളിച്ച് കയറി ഇറങ്ങി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുവാണ്. അവിടെ മുകളിലൊന്നും ഒരു തുള്ളി മഴ പോലും പെയ്തില്ല. ചെറുതായിട്ടൊന്ന് ചാറി, അത്രേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ വാനിൽ കയറി ഇരുന്നതും ഒരു ലോഡ് മഴയായിരുന്നു. പോണ വഴിക്ക് ഫുൾ നല്ല മഴയും നല്ല വെതറുമായിരുന്നു. ഈ മഴ മൂടിപ്പെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്ര വേർക്കത്തില്ലായിരുന്നു. നല്ല കുറേയും കൂടെ ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവിടെ താഴെ ഇറങ്ങിയപ്പോഴാണ് നല്ല പെരുമഴയാണ് ഗൈസ്, പെരുമഴ. അങ്ങനെ മഴയൊക്കെ തോർന്നു ഗൈസ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് തിരിച്ചെത്താറായി.
ഇവിടുന്ന് ഞങ്ങൾ ഇനി ആദ്യത്തിൻ്റെ വീട്ടിലോട്ടാണ് പോകണം. അവൻ ഇവിടെ അടുത്ത് താമസിക്കുന്ന അന്തേരിയിൽ. അപ്പോൾ അവിടോട്ട് ഞങ്ങൾ പോയി. അവിടെ ഇന്ന് കൂടി കുറേ കൂടെ ഫ്രണ്ട്സ് വേറെ ആൾക്കാർ വരുന്നുണ്ട്. അവരും കൂടെ വന്ന് ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ തിരിച്ച് വീട്ടിൽ പോകത്തുള്ളൂ, ഞങ്ങളുടെ വീട്ടിലോട്ട്, ഞാൻ എൻ്റെ ഹസ്ബൻഡും. അപ്പോൾ ഇന്ന് അവിടെയാണ് നൈറ്റ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അതുകൊണ്ട് തീരുകയാണ്. ഇനിയും വീഡിയോസായിട്ട് വരാനുള്ള പ്രചോദനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. സോ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ടു അസ്. ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാടുണ്ടെന്നറിയാം. അപ്പോൾ ഞങ്ങളതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ഞാൻ പോവുകയാണ്, തൽക്കാലത്തേക്ക് വിടാം. പിന്നെ ഒരു കാര്യം കൂടെ മറക്കരുത്, ഞാൻ കുറേ ഫോട്ടോസും കൂടെ വീഡിയോയുടെ എൻഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് എല്ലാവരും പോവാവുള്ളൂ. സോ ടിൽ ദെൻ, see you next time. Bye bye. Signing off, Jess.